ഈരാറ്റുപേട്ട നഗരസഭയുടെ കീഴിലുള്ള പ്രതീക്ഷ ബഡ് സ്കൂളിന്റെ പ്രവേശനോത്സവം വിപുലമായി സംഘടിപ്പിച്ചു. പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം.ജെ. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബഡ് സ്കൂളിനാവശ്യമായ എല്ലാവിധ സഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ അധ്യക്ഷത വഹിച്ചു. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങളുമായാണ് എം.എൽ.എയുടെ പത്നി പ്രവേശനോത്സവത്തിനെത്തിയത്. വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. മുഹമ്മദ് ഹാഷിം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, പി.ടി.എ. പ്രതിനിധികൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷമീന ടി.ഐ., ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസ്, ഐ.സി.ഡി.എസ് സൂപ്പർവൈസർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർ സി.പി. ബാസിദ് സ്വാഗതവും പ്രതീക്ഷ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രിൻസിപ്പൽ ലാലീസ് കറിയ നന്ദിയും പറഞ്ഞു. പറഞ്ഞതുപോലെ ഞാനപ്പം വീട്ടുകാരിയോടുകൂടെ പറഞ്ഞു, നീ കൂടെ പോരെ എൻ്റെ കൂടെ. നമുക്ക് മറ്റുള്ള സ്കൂളിൽ പോകുന്ന പോലെ അല്ല ഈ സ്കൂളിൽ പോകേണ്ടത്. കാരണം അവരെ നമ്മുടെ ഹൃദയത്തോട്, നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. കാരണം മറ്റുള്ളവർക്കൊക്കെ എല്ലാ തരത്തിലും മറ്റ് പല കാര്യങ്ങളിലേക്കും കടന്നു പോകുവാനും പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും ഒക്കെ സാധിക്കും. അതേസമയം പ്രത്യേക പരിഗണന അർഹിക്കുന്ന നിങ്ങളെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ നഗരസഭയുടെ ആ ഹൃദയപൂർവമുള്ള പരിഗണന പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, അതോടൊപ്പം എം.എൽ.എയുടെ എന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും ആവശ്യമുള്ള ഫണ്ട് ഏത് സെക്ടറിലാണ് ഇവർക്ക് വേണ്ടത് എന്ന് നഗരസഭയും അതോടൊപ്പം ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ഉൾപ്പെടെ ഇവിടെ പഠിപ്പിക്കുന്ന മറ്റാൾക്കാർ, ആയമാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പറഞ്ഞാൽ തീർച്ചയായും ആദ്യ പരിഗണന നമ്മുടെ ഇതിന് തന്നിരിക്കും, അതിൻ്റെ ഫണ്ട് തന്നിരിക്കും. വന്ന ബഡ് സ്കൂളാണ് ഈരാറ്റുപേട്ടയിലെ ബഡ് സ്കൂൾ. ഈ ബഡ് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പറയേണ്ടുന്ന കുറേ പേരുകളുണ്ട്. അന്തരിച്ചുപോയ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജി പി.കെ. അലിയാർ സാഹിബ്, അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുകയും അങ്ങനെ ഈരാറ്റുപേട്ടയിൽ, കോട്ടയം ജില്ലയിൽ ആദ്യമായി ഒരു ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്.